ഹായ്. അപ്പോൾ ഫ്ലെക്സ് കണ്ടെയ്നേഴ്സിൻ്റെ ഏറെക്കുറെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ കണ്ടു. ഇനി ഫ്ലെക്സ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് തരം ഐറ്റംസ് ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫ്ലെക്സ് കണ്ടെയ്നർ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു വയലറ്റ് കളറിലുള്ളതിനാണ് ഫ്ലെക്സ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്ലെക്സ് കണ്ടെയ്നറിനുള്ളിൽ കുറേ ഐറ്റംസ് ഉണ്ട്. സോ ആ ഐറ്റംസിന് അപ്ലൈ ചെയ്യുന്ന ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതാണ് ഫ്ലെക്സിനെ ഭയങ്കര ഹെൽപ്ഫുൾ ആക്കുന്നത്, ഭയങ്കര യുണീക്ക് ആക്കുന്നത്. ഫ്ലെക്സ് ബോക്സ് എന്നുള്ള ആ ഒരു ഡിസ്പ്ലേ പ്രോപ്പർട്ടി ഭയങ്കര യുണീക്ക് ആക്കുന്ന കുറച്ച് പ്രോപ്പർട്ടീസാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഒരു സാധനങ്ങൾ പ്രോപ്പർട്ടി ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കുറേ കോംപ്ലിക്കേറ്റഡ് യൂസ് കേസസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചില വെബ്സൈറ്റിൽ ചില ലേഔട്ടുകൾ കാണുമ്പോൾ അതിൽ ചില സ്ഥലങ്ങൾ ഒരു ലേഔട്ടിനുള്ളിൽ എല്ലാ സ്പേസിലും കറക്റ്റ് വിടുത്ത് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ അങ്ങനെ 20 വീക്സ് ഇത് 20 വീക്സിന് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ചില കണ്ടെയ്നേഴ്സ് കാണാം ബാക്കിയുള്ള സ്പേസിലോട്ട് ഫുള്ള് സ്പ്ലിറ്റ് അങ്ങനെ ഗ്രോ ചെയ്ത് നിൽക്കുന്നത്. അതേപോലെ ചില സമയങ്ങളിൽ ലേഔട്ട് ചെറുതാക്കുന്ന സമയത്ത് എല്ലാ എലമെൻറ്റ്സും ഒരേപോലെ ചെറുതാകും, പക്ഷെ ചില എലമെൻറ്റ്സ് മാത്രം മറ്റ് എലമെൻറ്റ് ചെറുതാകുന്നതിനേക്കാളും കുറച്ച് ഫാസ്റ്റായിട്ട് ചെറുതാകുന്നത് കാണാൻ പറ്റും. സോ ഇങ്ങനെയുള്ള ബിഹേവിയറുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെക്സ് ബോക്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക കണ്ടെയ്നറിനല്ല, ഓരോരോ ഐറ്റത്തിനാണ്. അതിലുള്ള ഓരോ ഐറ്റം ആ ഒരു കണ്ടെയ്നറിനുള്ളിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതിന് ഗ്രോ ചെയ്യുക, ആ കണ്ടെയ്നർ വലുതാകുക ചെറുതാകുക, ഇങ്ങനത്തെ ഓരോരോ ആക്ഷൻസ് വരുന്ന സമയത്ത് അതെങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതല്ലാതെ എക്സ്ട്രാ വരുന്നൊരു പ്രോപ്പർട്ടി ഓർഡർ എന്ന് പറയും. ഒരു ഫ്ലെക്സ് കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഐറ്റംസ് എങ്ങനെ ഓർഡർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഫ്ലെക്സ് കണ്ടെയ്നർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ HTML ആദ്യം ഐറ്റം കൊടുത്തു, പിന്നെ രണ്ടാമത് വേറെ ഐറ്റം അങ്ങനെ കൊടുത്തു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സ്ക്രീൻ സൈസിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ടാബ്ലറ്റ് ഡിസൈനിലോട്ട് വരുമ്പോൾ മാത്രം ഒരു എലമെൻറ്റ് ടോപ്പിൽ കാണിക്കണം, പക്ഷേ ബാക്കിയുള്ള എലമെൻറ്റ്സ് ഒക്കെ അതിൻ്റെ അടിയിൽ വരണം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വരുന്ന സമയത്ത് ഓർഡർ എന്നുള്ള പ്രോപ്പർട്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഓർഡർ എന്നുള്ള പ്രോപ്പർട്ടിയിൽ ഒരു റാങ്കിങ് പോലെയാണ്. ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ഏത് ഐറ്റത്തിനാണോ അത് ആദ്യം കാണിക്കും, സെക്കൻഡ് റാങ്ക് അടിയിൽ, തേർഡ് റാങ്ക് അടിയിൽ, അങ്ങനെ കാണിക്കുക ചെയ്യുക. പക്ഷേ ഈ റാങ്കിങ് മെക്കാനിസം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. റിയൽ വേൾഡിൽ നമ്മളൊക്കെ റാങ്ക് കിട്ടുന്ന സമയത്ത് ഫസ്റ്റ് റാങ്കാണ് ഏറ്റവും ടോപ്പിൽ, അതിൻ്റെ മുകളിൽ റാങ്കില്ല. പക്ഷേ ഇവിടത്തെ കേസിൽ ഫസ്റ്റ് റാങ്കിൻ്റെ മുകളിലും നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ -1 -2 എന്നൊക്കെ പറയുന്നത് ടോപ്പർ നമ്പേഴ്സായിട്ടാണ് പരിഗണിക്കുന്നത്. മേ ബി അത് പണ്ട് കാലത്ത് ഫസ്റ്റ് കിട്ടിയ പോയ ആളെ ഇപ്പോൾ ഫസ്റ്റുള്ള ആളെക്കാൾ മുകളിൽ പരിഗണിക്കുന്നതാവും, അങ്ങനെ നമുക്ക് പരിഗണിക്കാം. സോ ആ കോൺസെപ്റ്റ് ഓർത്ത് വെക്കാൻ കുറച്ചുകൂടി സുഖമായിരിക്കും. അപ്പോൾ ബേസിക്കലി നമ്മുടെ നമ്പർ സിസ്റ്റത്തിനുള്ളിൽ 1 മുകളിലാണല്ലോ -1 എന്ന് പറയുന്നത്. സോ അങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് കിട്ടിയ ആളെക്കാളും മുകളിലാണ് പണ്ട് ഫസ്റ്റ് കിട്ടിയ ആളെന്നൊക്കെ നമ്മൾ യൂഷ്വലി പറയാറുണ്ടല്ലോ. അതേപോലെ അതാണ് ഈ ഓർഡർ എന്ന് പറയുന്നത്. ഈ ഓർഡർ എന്നുള്ള വാല്യൂ ഡിഫോൾട്ടായിട്ട് 0 ആണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഓരോരോ ഐറ്റത്തിനും അതിൻ്റെ ഓർഡർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ അതാണ് ബേസിക്കലി ഈ ഓർഡർ എന്നുള്ള പ്രോപ്പർട്ടി ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെക്സ് കണ്ടെയ്നറിനുള്ളിൽ സ്പേസസ് വരുമ്പോൾ അതെങ്ങനെ ഗ്രോ ചെയ്യണം, എങ്ങനെ ഷ്രിങ്ക് ചെയ്യണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് അത് എങ്ങനെ ഗ്രോ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ് ഫ്ലെക്സ് ഗ്രോ എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സ് ഗ്രോ എന്നുള്ളത് 1 കൊടുത്താൽ ഇനീഷ്യലി നിങ്ങൾ ആ ഫ്ലെക്സ് ഗ്രോ ഇനീഷ്യലി ഡീഫോൾട്ടായിട്ട് അത് 0 ആണ് ഉണ്ടാവുക. 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഐറ്റത്തിൻ്റെയൊക്കെ ഡീഫോൾട്ടായിട്ട് 0 ആണല്ലോ. അപ്പോൾ 1 എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഐറ്റം ഗ്രോ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി ബാക്കിയുള്ള എല്ലാത്തിനും 0 ആയതുകൊണ്ട് തന്നെ അതിന് സ്പേസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ അതിൽ ഏതെങ്കിലും ഐറ്റത്തിൻ്റെ ഫ്ലെക്സ് ഗ്രോ എന്നുള്ള പ്രോപ്പർട്ടി 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അതിന് കുറച്ച് വാല്യൂ ഉണ്ട്. ബേസിക്കലി എന്താണ് അത് മീൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സ്പേസ് ഉണ്ടോ ബാക്കിയുള്ള എത്ര സ്പേസ് ഉണ്ടോ ആ സ്പേസ് ഫുള്ളും ഈ ഐറ്റത്തിന് കൊടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഐറ്റത്തിലൊക്കെ 0 ആയതുകൊണ്ട് അതിന് ഗ്രോ ചെയ്യാൻ പറ്റില്ല. ലിറ്ററലി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോ ചെയ്യേണ്ടെന്ന് പറയുന്ന പോലെയാണ്. ഫ്ലെക്സ് ഗ്രോ എന്നുള്ളത് 1 or 2 ആ വാല്യൂസ് വരുന്ന സമയത്താണ് ഇത് തമ്മിലൊരു ഓക്കെ ഇവൻ ഇത്ര ഗ്രോ ചെയ്യണം പിന്നെ ഇത്ര ഗ്രോ ചെയ്യണം എന്നുള്ള ഒരു സെപ്പറേഷൻ വരുള്ളൂ. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഇനിഷ്യലി നിങ്ങൾ എല്ലാ ഐറ്റത്തിനും 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ എല്ലാം ഒരേപോലെ ഗ്രോ ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്പേസ് ഈക്വലി സ്പ്ലിറ്റ് കൊടുത്ത് ഈക്വലി എല്ലാ ഐറ്റത്തിനും കിട്ടും. അപ്പോൾ എല്ലാ ഐറ്റവും ഒരേപോലെ വലുതാവും. രണ്ടാമത്തെ കേസ് നിങ്ങൾ ബാക്കി 2 ഐറ്റത്തിന് 1 കൊടുത്തു ഒരു ഐറ്റത്തിന് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്പേസിന് 4 പോർഷൻസ്. ഇപ്പോൾ സ്പേസ് ഇത്രയാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ഒരു 2 എന്നുള്ള ഐറ്റത്തിന് അത്രയാണ് സ്പേസ് ഉണ്ടെങ്കിൽ അതിനെ 4 പോർഷൻസാക്കി കട്ട് ചെയ്തിട്ട് അതിൽ 2 പോർഷൻസ് ഈ ഒരു സെക്കൻഡ് എലമെൻറ്റിന് കൊടുക്കും. ബാക്കി ഓരോരോ പോർഷൻസ് ഈ ഫസ്റ്റും ലാസ്റ്റും വരുന്ന ഐറ്റത്തിനാണ് കൊടുക്കുക. ഇങ്ങനെയാണ് ബേസിക്കലി ഈ ഫ്ലെക്സ് ഗ്രോ എന്നുള്ള പ്രോപ്പർട്ടി വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മോസിലയിൽ ഓൾറെഡി ഇതിൻ്റെ ഒരു ഇലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെക്സ് ഗ്രോ എന്നുള്ളത് ഈ ഇനീഷ്യൽ ഐറ്റം ചെക്ക് ചെയ്താൽ ഫ്ലെക്സ് ഗ്രോ എന്നുള്ളത് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും 1 1 1 എന്നൊരു ഡിസ്പ്ലേ ഒന്ന് കാണാൻ പറ്റും. 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലെക്സ്
ഈ ഗ്രോ എന്ന് 1 കൊടുക്കുമ്പോൾ എല്ലാത്തിനും നമ്മൾ 1 എന്നാണ് ഇപ്പോൾ ഓൾറെഡി കറൻറ്റ്ലി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത്, കറൻറ്റ്ലി അപ്ലൈ ചെയ്തിട്ടുള്ളത് നല്ലത്. ഇപ്പോൾ എല്ലാത്തിനും 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും കാണിക്കുന്നുണ്ടാവും. പക്ഷേ സെക്കൻഡ് എലമെൻറ്റിന് മാത്രം 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി എലമെൻറ്റ്സിനൊക്കെ സിമിലർ സ്പേസ് കിട്ടുകയും ചെയ്യും. പക്ഷേ ഫസ്റ്റത്തെ എലമെൻറ്റ് കുറച്ച് അധികം ഗ്രോ ആവും. 3 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 3 ടൈംസ് ഗ്രോ ആവും എന്നുള്ളതാണ് 3 എന്ന് കൊടുക്കുമ്പോൾ സംഭവിക്കുക. ഇതാണ് ബേസിക്കലി ഫ്ലെക്സ് ഗ്രോ എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നുണ്ടാവുക. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളെ ഈ ഗൂഗിളിൻ്റെ ഹോം സ്ക്രീൻ എടുത്താൽ നമ്മൾ ഇനീഷ്യലി ആ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു. ഈ സെർച്ച് ബാറിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം. ഇതിൽ ഈ സെർച്ച് ഐറ്റം ഓക്കെ അതിൻ്റെ സ്പേസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ ഒരു ഓഡിയോ അതേപോലെ ക്യാമറൻ്റെ ഐക്കൺസ് വന്നാലും അതും അതിൻ്റെ സ്പേസ് മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷേ ഈ സെർച്ച് ബാറിൻ്റെ പോർഷനിലോട്ട് വന്നാൽ ഈ സെർച്ച് ബാറ് കംപ്ലീറ്റ് സ്ഥലം എടുക്കുന്നതായിട്ട് കാണാം. ഉണ്ടോ? ഇത്രയും സ്പേസ് സെർച്ച് ബാർ എടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ ഫ്ലെക്സ് കണ്ടിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു കണ്ടെയ്നറായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെയൊക്കെ ഫ്ലെക്സ് ഗ്രോ എന്നുള്ള പ്രോപ്പർട്ടിയൊക്കെ ഇനി ഡീഫോൾട്ടായിട്ട് 0 ആണല്ലോ, നമ്മളൊന്നും ചെയ്യേണ്ട. എന്നിട്ട് ഇതിൻ്റെ ഈ ഫ്ലെക്സ് ഗ്രോ എന്നുള്ള പ്രോപ്പർട്ടി 1 ആക്കും. അപ്പോൾ ആ സമയത്ത് ഓക്കെ ഇതിനൊന്നും ഫ്ലെക്സ് ഗ്രോ ഇല്ല, അത് ഗ്രോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണല്ലോ ഡീഫോൾട്ട് 0 കൊടുക്കുമ്പോൾ സംഭവിക്കുക. ഇതിൻ്റെ ഫ്ലെക്സ് ഗ്രോ എന്നുള്ളത് 1 ആക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി എംപ്റ്റി സ്പേസസ് ഇതിൽ എത്ര ഉണ്ടോ അത് ഫുള്ളി സെർച്ച് ബാറിന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ യൂസ് കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ കുറേ സമയങ്ങളിൽ വരും. സോ അതാണ് ബേസിക്കലി ഈ ഫ്ലെക്സ് ഗ്രോ എന്നുള്ള പ്രോപ്പർട്ടിയോട്ടുള്ള ഒരു യൂസ് കേസ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഗ്രോ ചെയ്യുക പറയുമ്പോൾ ശ്രിങ്ക് ചെയ്യുന്നതും അതിൻ്റെ ഒരു അർത്ഥമാണ്. അപ്പോൾ ശ്രിങ്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നെഗറ്റീവ് സ്പേസ് കൊടുക്കും. ഇപ്പോൾ ഒരു സാധനം എക്സ്ട്രാ ഭയങ്കരമായിട്ട് ചെറുതാക്കും. ശ്രിങ്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതെടുത്താൽ ഓൾറെഡി ഈ ഡെവലപ്പർ ടൂൾസിൽ ഇതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഈ ശ്രിങ്ക് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ശ്രിങ്ക് 1 ഇപ്പോൾ ശ്രിങ്ക് 0 എന്ന് കൊടുത്തു ഒരു ഐറ്റത്തിന്. ഈ ഇനീഷ്യൽ ഐറ്റത്തിന് ശ്രിങ്ക് 0, അത് ശ്രിങ്ക് ചെയ്യേണ്ട, എന്ത് ശ്രിങ്ക് ചെയ്താലും ആ ഇനീഷ്യൽ ഐറ്റം ശ്രിങ്ക് ചെയ്യരുതെന്ന് പറയുന്ന പോലെയാണ് ശ്രിങ്ക് 0 എന്ന് കൊടുക്കുന്നത്. കാരണം ഡീഫോൾട്ടായിട്ട് ശ്രിങ്ക് 1 ആണ്, എല്ലാം ഒരേപോലെ ശ്രിങ്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫ്ലെക്സ് ഗ്രോ എന്നുള്ള സാധനം പറഞ്ഞപ്പോൾ പറഞ്ഞു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗ്രോ ചെയ്യേണ്ടതാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ ഫ്ലെക്സ് ശ്രിങ്ക് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ശ്രിങ്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ ഡീഫോൾട്ടായിട്ട് അതിൻ്റെ വാല്യൂ 1 എന്നാണ്. അപ്പോൾ എല്ലാം ഒരേപോലെ ശ്രിങ്ക് ചെയ്യാം എന്ന് പറയുന്നതാണ് ഫ്ലെക്സ് ശ്രിങ്ക് എന്നുള്ളത് 1 കൊടുക്കുന്നത്. ഈ ഫ്ലെക്സ് ശ്രിങ്ക് എന്നുള്ളത് 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സാധനം ശ്രിങ്ക് ചെയ്യുന്നതിനേക്കാളും ഇരട്ടി വേഗത്തിൽ ഫസ്റ്റത്തെ ഐറ്റം ശ്രിങ്ക് ചെയ്യുക എന്ന് പറയുന്ന പോലെയാണ്. ഇതൊരു റേഷ്യോ ആണ്. അപ്പോൾ ശ്രിങ്ക് 1 ശ്രിങ്ക് 2 എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ്. 1 എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു ഐറ്റം, 2 എന്ന് പറയുമ്പോൾ ഇരട്ടി. അപ്പോൾ മറ്റതിനെ ശ്രിങ്ക് ചെയ്യുന്നതിനേക്കാളും സ്പീഡിൽ ഇത് ശ്രിങ്ക് ആവണമെന്നുള്ളത്. ഇതിൻ്റെ ഒരു യൂസ് കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നിങ്ങൾ വെബ്സൈറ്റ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ഇപ്പോൾ സ്പേസ് വിഡ്ത്ത് പറ്റ കുറഞ്ഞു. അപ്പോൾ അതിൽ പ്രയോറിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ നാബാറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നാബാറിൽ 3 ഐറ്റമാണെന്ന് വിചാരിക്കുക. സെൻട്രൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ലേബൽ പോലെ ഒരു സാധനം സെൻട്രൽ പോർഷനിൽ നാബാറിൻ്റെ സെൻട്രലിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എന്താ പറയുക കുറേ നാവിഗേഷൻ ഐറ്റംസ് ഉണ്ട്, ഹെഡിങ് ഉണ്ട്, ഈ ഒരു എന്താ പറയുക ടൈറ്റിൽ ബാർ ഉണ്ട്. അപ്പോൾ ശ്രിങ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ടൈറ്റിൽ ജസ്റ്റ് ഈ ഒരു ബ്രാൻഡ് നെയിം പോലെ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ലോഗോ ഹൈഡ് ആയാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നാവിഗേഷൻ ഹൈഡ് ആവരുത്, കാരണം യൂസർക്ക് പിന്നെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ശ്രിങ്കുകൾ 2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എംപ്റ്റി സ്പേസ് ശ്രിങ്ക് ചെയ്ത് ഇതിന് സ്ഥലമില്ലാത്ത അവസ്ഥയിലോട്ട്, ഈ ഒരു എംപ്റ്റി സ്പേസ് ഒക്കെ കഴിഞ്ഞ് സ്ഥലമില്ലാത്ത അവസ്ഥയിലോട്ട് വരുമ്പോൾ ഈ ലോഗോ ആദ്യം ഹൈഡായി പോകും. നമുക്ക് പ്രശ്നമില്ല, കാരണം യൂസർക്ക് അപ്പോഴും നാവിഗേഷൻസ് നടക്കുന്നുണ്ട്, സെർച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലോഗിൻ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രയോറിറ്റി അടുത്തത് സെറ്റ് ചെയ്യും. ഓക്കെ അടുത്തത് എന്താണ് പ്രയോറിറ്റി ആണ്, തീം ഹൈഡ് ചെയ്യാം. തീമിൻ്റെ ശ്രിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് 3 ഇത് 2 എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് ശ്രിങ്കായി ഹൈഡായി പോകും, ഇത് 3ാമത് ശ്രിങ്കായി ഇത് ഹൈഡായി പോകും. അങ്ങനെയുള്ള ഒരു ബിഹേവിയർ റേറ്റ് ചെയ്യാനാണ് പൊതുവെ ശ്രിങ്ക് എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. സോ അതാണ് ശ്രിങ്ക്. പിന്നെ ഫ്ലെക്സ് ബേസിസ് എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി ഓരോ ഫ്ലെക്സ് കണ്ടെയ്നേഴ്സിൻ്റെ വിഡ്ത്ത് എത്ര വേണം, പിന്നെ അത് ശ്രിങ്ക് ചെയ്യാം, ഗ്രോ ചെയ്യാം. പക്ഷേ ഇനീഷ്യലി എത്ര വേണമെന്ന് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഈ ഒരു ഫ്ലെക്സ് ബേസിസ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് പിക്സൽ വാല്യൂസ് കൊടുക്കാം, അത് കൂടാതെ മിനിമം കോണ്ടൻറ്റ്, ഫിറ്റ് കോണ്ടൻറ്റ് അങ്ങനത്തെ വാല്യൂസും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഫ്ലെക്സ് ഗ്രോ ചെയ്യുക, ശ്രിങ്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നതിന് ആഡ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾക്ക് അത് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഞാൻ പറയുന്നത് എന്തെങ്കിലും മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോയിൻ്റ് ഔട്ട് ചെയ്യാം കമൻറ്റ് ബോക്സിൽ, അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി ചാനലിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഡിസ്കസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൽ ഫ്ലെക്സ് എന്നുള്ളൊരു പ്രോപ്പർട്ടികൾ അടിയിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പും കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിന് ഷോർട്ട് ഹാൻഡ് വേർഷനാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐറ്റത്തിന് ഫ്ലെക്സ് ശ്രിങ്കും ഫ്ലെക്സ് ഗ്രോയും ഫ്ലെക്സ് ബേസിസും ഒറ്റ സിംഗിൾ വാല്യൂവിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഷോർട്ട് ഹാൻഡ് വേർഷൻ. അപ്പോൾ ഇനീഷ്യലി കൊടുക്കുന്ന വാല്യൂ ഫ്ലെക്സ് ഗ്രോ ആയിട്ടും പിന്നെ ഫ്ലെക്സ് ശ്രിങ്കും പിന്നെ ഫ്ലെക്സ് ബേസിസ് എന്നുള്ള രീതിയിൽ അത് പരിഗണിക്കുക. എൻ്റെ ഓർമ്മ അനുസരിച്ചാണെങ്കിൽ അതാണ് അതിൻ്റെ ഓർഡർ.
ആദ്യം ഫ്ലക്സ് ബേസ്, പിന്നെ ഫ്ലക്സ് പിന്നെ ഫ്ലക്സ് സ്ട്രിങ്. അപ്പോൾ ഇനി ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ആകുമ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സെയിം എക്സാമ്പിൾസ് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതിൽ ഫ്ലക്സ് ഗ്രോ എന്ന് പറയുന്നതാണ് ആദ്യത്തെ സംഭവം. സോ ഇതിൽ നമ്മൾ ആ സെർച്ച് ബോക്സ് കണ്ടപ്പോൾ അതിൽ ആദ്യം സെർച്ച് ഐക്കൺ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ വോയിസ് സെർച്ചിനുള്ളത്, പിന്നെ ഇമേജ് സെർച്ചിനുള്ള ഐക്കൺ. അപ്പോൾ സെൻറ്ററിലുള്ള സെർച്ച് ബോക്സിൽ നിന്നുള്ള ഐക്കൺ നമുക്ക് ഗ്രോ ചെയ്യാണ് വേണ്ടത്. നമ്മളിതിനെ പിക്ക് ചെയ്യാം. ഞാൻ പിക്ക് ചെയ്തു. എന്നിട്ട് ഫ്ലക്സ് ഗ്രോ എന്നുള്ളത് 1 കൊടുത്തു. സോ ബേസിക്കലി അത് മാത്രം കംപ്ലീറ്റ്ലി സ്കെയിൽ ആയി. ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ പറഞ്ഞു ഡീഫാൾട്ടായിട്ട് ബാക്കി എല്ലാത്തിൻ്റെയും ഫ്ലക്സ് ഗ്രോ എന്നുള്ള പ്രോപ്പർട്ടി 0 ആയിരിക്കും. അതിനർത്ഥം അത് ഗ്രോ ചെയ്യണ്ട എന്നാണ്. അപ്പോൾ ഫ്ലക്സ് ഗ്രോ എന്നുള്ളത് ഒരു സിംഗിൾ ഐറ്റത്തിന് മാത്രം 1 എടുക്കുമ്പോൾ ബാക്കി എം ടി സ്പേസിലോട്ട് കംപ്ലീറ്റ്ലി അത് ഗ്രോ ചെയ്യും. അതാണ് ആ സെർച്ച് ബോക്സിൻ്റെ കേസിൽ സംഭവിച്ചത്. ഇനി നെക്സ്റ്റ് ഫ്ലക്സ് സ്ട്രിങ്. ഇനി സ്ട്രിങ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ നമുക്ക് ഈ സെൻട്രൽ ഐറ്റം മാത്രം ആദ്യം ഹൈഡായി പോകണം. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് സ്ട്രിങ് എന്നുള്ളത് നമ്മൾ അതിന് മാത്രം 2 കൊടുത്തു. ബാക്കിയുള്ളതിനൊക്കെ 1 ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് മാത്രം 2 കൊടുത്തു. ഇനി ഇത് ചെറുതാക്കുന്ന സമയത്ത് ഓക്കെ അത് ചെറുതാകുന്നില്ല. മേ ബി അതിൻ്റെ റീസൺ ഓക്കെ ഈ ഫ്ലക്സ് ബോക്സിൻ്റെ ഉള്ളിൽ ആദ്യം ഓവർഫ്ലോ സ്ക്രോൾ എന്ന് എടുത്തത് ഒഴിവാക്കണം. കാരണം സ്ക്രോൾ ചെയ്യലല്ലോ വേണ്ടത്, നമുക്ക് ഓവർഫ്ലോ സ്ട്രിങ് ആയി പോവാണ് വേണ്ടത്. പിന്നെ ഈ ഒരു ഫ്ലക്സ് ഐറ്റത്തിന് മിനിമം വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിനിമം വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആ വിഡ്ത്തിലും കുറയരുത് എന്ന് പറയുന്ന പോലെയാണ് മിനിമം വിഡ്ത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മളത് വിഡ്ത്തും ആക്കി. ഇനി സ്ട്രിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു സെൻറ്ററത്തെ ഐറ്റം മാത്രം ആദ്യം സ്ട്രിങ്ക് ആയി പോകും, പിന്നെയാണ് ബാക്കിയുള്ള ഐറ്റംസ് സ്ട്രിങ്ക് ആവത്തുള്ളൂ. സോ ഇതാണ് ബേസിക്കലി ഫ്ലക്സ് സ്ട്രിങ്കും ഫ്ലക്സ് ഗ്രോയും ചെയ്യുന്നത്. ഫ്ലക്സ് ബേസിസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഇനീഷ്യൽ ഒരു സൈസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ബേസിക്കലി വിഡ്ത്ത് കൊടുക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ വിഡ്ത്ത് അല്ലാതെ ആ ഒരു ഐറ്റത്തിന് സെപ്പറേറ്റ് ഐറ്റംസ് ഫ്ലക്സ് വെച്ചിട്ട് അപ്ലൈ ചെയ്യും എന്നുള്ളത് മാത്രമാണ്. ഇത്രയാണ് ഫ്ലക്സ് എന്നുള്ള ആ ഒരു ഗ്രോ സ്ട്രിങ്ക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയാനുള്ളത്. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതിൽ കുറച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ഫ്ലക്സ് സ്ട്രിങ്ങും ഫ്ലക്സ് ഗ്രോ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ കുറേ യൂസ് ഉണ്ടാകും നിങ്ങൾ വെബ്സൈറ്റ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പേജിലോ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കാം. ദാറ്റ്സ് ഇറ്റ്, ബൈ.